ഫോക്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം, നമുക്കിവിടെ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 മാർക്കും 3 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ പാഠത്തിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് ടൈമിലേക്ക് പഠിച്ചതുകൊണ്ട് ഒരു ഐഡിയയുടെ കുറവ് കാണും. സോ അതുകൊണ്ട് ഞാൻ മെയിൻ പോയിൻറ്റ്സ് മൊത്തം ഒന്ന് പറഞ്ഞേക്കാം. ആദ്യം നമ്മൾ പറയുന്നത് സീക്വൻസ് എന്താണെന്നാണ്. സീക്വൻസ് എന്താണെന്ന്, ചുമ്മാ ഒരു സീക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്പറിനെ കോമ ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്തെന്ന് പറയും, സീക്വൻസ് എന്ന് പറയും. അതിന് സ്പെസിഫിക് ഓർഡറിലാണ് എഴുതുന്നത്. കാരണം കോമ ആയിട്ട് എഴുതാൻ നമുക്ക് ഒരു സ്പെസിഫിക് ഓർഡറിൽ എഴുതാൻ പറ്റും. ആദ്യം ഒരെണ്ണം എഴുതി കോമ എഴുതും, രണ്ടാമത് എഴുതി, അങ്ങനെ എഴുതുന്ന ചുമ്മാ നമ്പേഴ്സ് എഴുതി വെച്ചാൽ അതിനെ എന്തെന്ന് വിളിക്കും, സീക്വൻസ് എന്ന് വിളിക്കും. ഇനി നമുക്ക് വേണ്ട എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അടുത്തടുത്തുള്ള 2 ടേംസ് എടുക്കും, അത് നമ്മൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് വീണ്ടും വേറെ 2 അടുത്തടുത്തുള്ള ടേംസ് എടുക്കുമ്പോൾ അത് നമ്മൾ കുറയ്ക്കുന്ന ഡിഫറൻസും സെയിം ആണെങ്കിൽ, ഇങ്ങനെ എല്ലാ അടുത്തടുത്തുള്ള 2 ടേമുകളും നമ്മൾ കുറയ്ക്കുമ്പോഴും ഈ സെയിം ഡിഫറൻസ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ ടൈപ്പ് സീക്വൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കും. അരിത്തമെറ്റിക് സീക്വൻസിൽ 2 ടേമുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻസിനെ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള 2 ടേമുകൾ തമ്മിൽ കുറച്ചാൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി കിട്ടും. ഡിയുടെ ഇക്വേഷനാണ് ഡി ഈസ് ഈക്വൽ ടു x2 - x1 അല്ലെങ്കിൽ xn - xn - 1. ഇതാണ് ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ പഴയ ഇക്വേഷനാണ്. xn ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xn ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് dn മൈനസ് d എന്നാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ അതാണ്. ഇനിയിപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് 2 ടേംസ് xnഉം xmഉം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. xn - xm ഈസ് ഈക്വൽ ടു n - m × d. അതാണ് നിങ്ങൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എ പിയിലെ ഏത് ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിമൈൻഡേഴ്സ് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു എ പിയുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ലീവ് ചെയ്യുന്ന റിമൈൻഡർ എപ്പോഴും ആ സീക്വൻസ് സെയിം ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. പിന്നെ നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ xnൻ്റെയും snൻ്റെയും ആൾജിബ്രിക് എക്സ്പ്രഷനാണ്. xnൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്, എഫ് പ്ലസ് dn - d എന്നാണ് നിങ്ങൾ പഠിച്ചേക്കുന്നത്. അതേപോലെ snൻ്റെ എന്താണ്, an² + bn ആണ്. xnൻ്റെ ഫോം എന്താണെങ്കിൽ an + b എന്നാണെങ്കിൽ. ഇനി n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, xn - x1 d + 1 ആണ്. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ n എന്ന് പറയുന്ന നമ്പർ ഓഡാണ്. നമ്മുടെ കയ്യിൽ എന്തെന്ന്, xn എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്. ഇപ്പം അതിനകത്ത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഈ 5 ടൈമുള്ള ഒരു സീക്വൻസാണ് ഇരിക്കുന്നത്. അപ്പം എനിക്ക് S5 കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത്, 5 × മിഡിൽ ടൈം, അതായത് x3 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, snൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ n ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ n/2 എന്താണ്, സം ഓഫ് ഇക്യു ഡിസ്റ്റൻറ്റ് പേയേഴ്സ് എന്നാണ്. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ 10 ടൈമിൻ്റെ ഒരു സീക്വൻസ് ആണ് ഇരിക്കുന്നതെന്ന് വെച്ചു, S10 ആണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ snൻ്റെ ഇക്വേഷൻ എന്താണ്, n/2 × s1 + s10. 10 ഒന്നുകൂടെ കൂട്ടി 11 കിട്ടുന്നത്. അപ്പം അതുപോലെ വരുന്ന എന്ത് വേണമെങ്കിലും എടുക്കാം. n/2 × x2 + x9 എടുക്കാം, അല്ലെങ്കിൽ x3 + x8 എടുക്കാം, x4 + x7 എടുക്കാം. ഇങ്ങനെ ഏത് വാല്യൂസ് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. അതേപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ആൻഡ് നെക്സ്റ്റ് n ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, n² d ആണ്. തന്നിരിക്കുന്ന നമ്പർ എത്ര എണ്ണത്തിൻ്റെ ആണോ അതിൻ്റെ സ്ക്വയറിനെ d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അതേപോലെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത്, n × n + 1/2. അതേപോലെ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ ഇക്വേഷനാണ് n². ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത്, n × n + 1. ഇനി നമ്മൾ snൻ്റെ ജനറൽ ഇക്വേഷനാണ് പറയുന്നത്. sn ഈസ് ഈക്വൽ ടു n/2 × x1 + xn. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഇക്വേഷൻ എന്താണ്, n/2 × 2f + dn - d. അതുകൊണ്ട് നമുക്ക് ഇനി 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടൈം 7 ആൻഡ് കോമൺ ഡിഫറൻസ് 3. എന്ന് വെച്ചാൽ ആദ്യത്തെ ടൈം 7ഉം കോമൺ ഡിഫറൻസ് എന്ത് വായിക്കണം, 3 വായിക്കണം. അപ്പം ടൈംസ് എങ്ങനെ എഴുതാം, 7, 7 + 3 എത്ര വരും, 10. അപ്പം 7, 10, 10 +
3 എത്ര വരും? 13, 13 + 3 എത്ര വരും? 16. അപ്പോൾ ഏതാണ് സീക്വൻസ്? 7, 10, 13, 16, എക്സെട്ര. വാട്ട് ഈസ് ഫൈൻഡ് ദ 11th ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഡി എൻ മൈനസ് ഡി എന്നാണ്. അതുകൊണ്ട് തന്നെ എഫ് എത്രയാണ്? 7 പ്ലസ് ഡി എൻ എന്ന് പറയുമ്പോൾ 10 × 3 30 വരും. 30 കൂട്ടിയാൽ 37 മൈനസ് ഡിയും കൊണ്ട്. സോ -3, 37 - 3 34 ആൻസർ വരും. ബാക്കിയുള്ള ഒന്നും ചെയ്യും. സൊല്യൂഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചെന്ന് ചെയ്യാനുള്ള ഇക്വേഷൻ മാത്രമേ പറഞ്ഞു തരൂ. ചെയ്ത് നോക്കുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റ ഐ ഡി ദ ലോസ്റ്റ് നോട്ട്ബുക്ക് എന്ന് തന്നെയാണ്. റൈറ്റ് ദ ഫസ്റ്റ് ടൈം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഹൂസ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ഈസ് 5 + 2. ആൾജിബ്രിക് എക്സ്പ്രഷൻ അതേപോലെ എന്താണ്? 5n + 2 ആണെന്ന്. അതിലാണെങ്കിൽ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് വന്നു. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n ന് 1 എന്ന് വാല്യൂ കൊടുക്കുക. അപ്പോൾ 5 + 2 7 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ n ൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യയാണ്. അതെത്രയാണ്? 5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ 123, 369 എക്സെട്ര ഈ ടൈമിൽ സീക്വൻസ് ആണോ എന്നാണ്. അപ്പം നമുക്ക് നോക്കുമ്പോഴേ അറിയാം 369 ഒക്കെ എന്താണ്? 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അപ്പം ഈ 123 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുമെന്ന് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ 123/3 ചെയ്യുക. റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. നിങ്ങൾക്ക് ഈസിലി വെരിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി കണ്ടുപിടിക്കുക. ഡി ഈസ് ഈക്വൽ ടു എത്ര ആണെന്ന് കിട്ടും. ഡി ഈസ് ഈക്വൽ ടു x2 - x1 ചെയ്യുമ്പോൾ ഡി കിട്ടും. അപ്പം ഡി കൊണ്ട് നിങ്ങൾ ആ ടൈമിന് സീക്വൻസിനകത്ത് ഏതെങ്കിലും ഒരു ടൈമിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇപ്പം ഡി കിട്ടിയത് എനിക്കിപ്പം 3 ആണല്ലോ. 3 കൊണ്ട് ഏതെങ്കിലും ഒരു ടൈമിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. 3/3 ചെയ്തപ്പോൾ എനിക്ക് റിമൈൻഡർ എത്ര വരും? 0 എന്ന് വരും. അപ്പോൾ ഈ 123 ഉണ്ട് ഈ ഡി ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. എന്ന് വെച്ചാൽ സെയിം ആണെങ്കിൽ ടൈം ആയിരിക്കും, സെയിം അല്ലെങ്കിൽ എന്തല്ല? ടൈം അല്ല. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 അരിത്മെറ്റിക് സീക്വൻസുകൾ തന്നേക്കൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഫസ്റ്റ് 20 ടൈംസിൻ്റെ ഡിഫറൻസുകളുടെ ഫസ്റ്റ് 20 ടൈംസിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ ചെയ്യുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ടൈമിൻ്റെയും 2 സീക്വൻസിൻ്റെയും ഫസ്റ്റ് ടൈമുകൾ തമ്മിലൊന്ന് കുറയ്ക്കും. 10 ൽ 5 കുറച്ചാൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 5 × 20 എത്ര കിട്ടും? 100. അപ്പോൾ ആൻസർ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. സോ ഫസ്റ്റ് നമ്പർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. സെക്കൻഡ് നമ്പർ എത്ര ആയിരിക്കും? 2 + 5 7 ആയിരിക്കും. അടുത്തത് 7 + 5 ഇങ്ങനെ പോകും. 12 ഇങ്ങനെ എക്സെട്ര ആയിട്ട് പോകും. ഇതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് xn ഈസ് ഈക്വൽ ടു f + dn - d. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 5n - 3 എന്നാണ്. അതേപോലെ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് എന്നായിരിക്കത്തില്ല, ചിലപ്പോൾ 3 ഡിജിറ്റ് മൾട്ടിപ്പിൾസ് എന്നായിരിക്കും. എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 100നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ലീസ്റ്റ് 3 ഡിജിറ്റ് നമ്പറാണ് എന്ത്? 5 അല്ല 100നെ നമുക്ക് തരുന്ന എന്താണോ കോമൺ ഡിഫറൻസ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ എത്രയാണോ റിമൈൻഡർ കിട്ടേണ്ടത് നമുക്കിപ്പോൾ ഓൾറെഡി ഒരു റിമൈൻഡർ കാണുമല്ലോ. അതിൻ്റെ ഒരു റിമൈൻഡർ കിട്ടേണ്ടത് എത്രയാണോ അതാവത്തക്ക രീതി സംഖ്യകൾ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ലാസ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടി 999 ആണ് നമുക്ക് ഹയസ്റ്റ് നമ്പർ. അന്നേരം എന്ത് ചെയ്യുക? 999നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ റിമൈൻഡർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? കുറച്ച് റിമൈൻഡർ അതിനകത്ത് എത്തത്തക്ക രീതിയിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വരണം. ഈ ക്വസ്റ്റ്യൻ്റെ കാര്യമല്ല പറഞ്ഞത്, ജനറലി അങ്ങനെ ചോദിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ AP തന്നേക്കൊണ്ട് 4, 9, 14 2 ടൈംസ് കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. ആദ്യത്തെ വഴി ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5th ആൻഡ് 25th ടൈം? 5ാമത്തെ ടൈമും 25ാമത്തെ ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആയിരിക്കും എന്നാണ്. 25 ൽ 5 കുറച്ച് എത്ര കിട്ടും? 20. 20 × D ആണ് അതിൻ്റെ ആൻസർ. ഇല്ലെങ്കിൽ നിങ്ങൾ x5 കണ്ടുപിടിക്കുക, x25 കണ്ടുപിടിക്കുക, അത് കുറയ്ക്കുക. അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. സോ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ 4th ആൻഡ് 10th ടൈം 4th ടൈമും 10th ടൈമും തന്നേക്കൊണ്ട് എത്രയൊക്കെയാണ്? 13, 37. അങ്ങനെയാണെങ്കിൽ 7th ടൈം കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാൻ വലുതായിട്ടൊന്നുമില്ല. തന്നേക്കുന്ന 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 13, 37. 13 + 37 ചെയ്യുക. 13, 37 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. 2 എടുക്കുക. എത്ര കിട്ടും? 25.
7ൻ്റെ വാല്യൂ അതാണ്. ഇനി അടുത്തത് 7th ടൈം തന്നേക്കൊണ്ട് എത്രയാണ് 30. കോമൺ ഡിഫറൻസ് തന്നേക്കൊണ്ട് 7. അങ്ങനെയാണെങ്കിൽ 17th ടൈം എന്ത് ചെയ്യണം? ഈ 30യുടെ കൂടെ 30 പ്ലസ് 17 മൈനസ് 10 ഇൻറ്റു 7 ചെയ്യണം. ഈ 17 മൈനസ് 7 എന്ന് പറയുന്നത് 17th ടൈമും 7th ടൈമും തന്നേക്കുന്നുണ്ട്. 17 മൈനസ് 7 എന്നെടുത്തെ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് എം പ്ലസ് എൻ മൈനസ് എം ഇൻറ്റു ഡി. ആ ഇക്വേഷൻ വെച്ചാൽ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് തന്നേക്കൊണ്ട് അതിൻ്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ടൈം മിസ്സിംഗ് ആണ്. അവർ എന്തൊക്കെ തന്നേക്കൊണ്ട്? രണ്ടാമത്തെയും നാലാമത്തെയും ടൈം തന്നേക്കൊണ്ട്. രണ്ടാമത്തെ ടൈം 13ആണ്, നാലാമത്തെ ടൈം എത്രയാണ്? 23ആണ്. 23 13 കുറച്ച് എത്ര കിട്ടും? 10 കിട്ടും. 10ൻ്റെ പകുതി എത്ര? 5. സോ അവിടുത്തെ ഒരു കോമൺ ഡിഫറൻസ് എത്രയാണ്? 5ആണ്. സോ 13 5 കൂട്ടിയാൽ 18 കിട്ടും. അതാണ് തേർഡ് ടൈം. 13 5 കുറച്ച് എത്ര കിട്ടും? 8 കിട്ടും. അതാണ് ഫസ്റ്റ് ടൈം. അടുത്ത 2 മാർക്കിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 17th ടൈം എത്രയാണ്? 20 ആണ്. അതേപോലെ 20 മോർ ദാൻ 13th ടൈം എന്ന് വെച്ചാൽ 17ാമത്തെ പദം 13ാമത്തെ പദത്തേക്കാൾ 20 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് എം പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ആ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ കിട്ടും. അത് ചെയ്യുമ്പോൾ നമുക്ക് എൻ മൈനസ് എം ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കിട്ടും? തന്നേപ്പോണ്ട് 20 ആണ് തന്നേപ്പോണ്ട്. എന്ന് വെച്ചാൽ 17 മൈനസ് 13 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. 4D ഈക്വൽ 20 എന്ന് തന്നേപ്പോണ്ട്. അപ്പം ഡി എത്രയാണെന്ന് കിട്ടും? ഡി ഈസ് ഈക്വൽ 20/4 5 എന്ന് കിട്ടും. ഇന്ന് നമ്മൾ പറഞ്ഞത് 2 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമാണ്. 3 മാർക്കും 4 മാർക്ക് സെക്ഷനും നമ്മൾ അടുത്ത ദിവസം നോക്കുന്നതാണ്. സോ ഈ 2 മാർക്ക് സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 2 മാർക്ക് സെക്ഷൻ്റെ ആൻസറുകളൊന്നും വൈറ്റ് ബോർഡിൽ എഴുതി ചെയ്യാത്തത് കാരണം ആൻസർ പറഞ്ഞത് മനസ്സിലാവാൻ പാട് കാണും. സോ എന്തെങ്കിലും ഡൗട്ടുള്ളവർ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റ ഐഡിയും ഇത് തന്നെയാണ്, ലോസ്റ്റ് നോട്ട്ബുക്ക് തന്നെ. സോ എല്ലാവരും പറയുന്നതിൻ്റെ കൂട്ട് ഞാൻ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തുടരാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം ഇതിൻ്റെ 3 മാർക്ക് ആൻഡ് 4 മാർക്ക് സെക്ഷനുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലതുപോലെ പഠിക്കുക.